തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സംഘപരിവാറിന്റെ രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ വത്സരാജ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത എംപിമാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ചും എഐവൈഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചാണ് ബിജെപി ജയിച്ചതെന്ന ആരോപണം ആധികാരികമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ് മോഡി ഭരണകൂടം. വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും ചേർന്ന് വലിയ തോതിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. ബിജെപിക്കെതിരായി ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നിച്ചണിചേർന്ന് ഐക്യം രൂപപ്പെടുത്തിയപ്പോൾ തിരിച്ചടി ഭയന്ന് ജനാധിപത്യ സംവിധാനത്തെ പോലും കശാപ്പ് ചെയ്താണ് മോഡി ഭരണത്തിലേറിയതെന്ന് വ്യക്തമായിരിക്കുകയാണ്. കൊള്ളക്കാരുടെ സംഘം എന്നറിയപ്പെടുന്ന കുറുവ സംഘത്തിന് പോലും നാണക്കേടാകുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാജ മേൽവിലാസങ്ങളുണ്ടാക്കി വൻ ക്രമക്കേട് നടത്തിയതായും പുറത്തുവന്നു. സ്ഥലം എം പി ഇപ്പോഴും മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തൃശൂരിൽ ചേർത്തിട്ടുള്ള കൃത്രിമ വോട്ടുകളെക്കുറിച്ച് പരാതി ഉന്നയിച്ചിട്ടും ഇന്നേവരെ ഒരു അനക്കവുമുണ്ടാകാത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മേലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ ഇനിയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരണമെന്നും വത്സരാജ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗത്തിന് എഐവൈഎഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, ഇ.എം. സതീശൻ, ടി. പ്രദീപ് കുമാർ, വി.കെ. വിനീഷ്, മിഥുൻ പോട്ടോക്കാരൻ, ജി.എം. അഖിൽ എന്നിവർ സംസാരിച്ചു.